ഡിലീറ്റ് ഓൾ ബാറ്ററി ഇൻഫോ. ഓക്കെ, പുള്ളി അത് ഫുൾ ക്ലിയർ ചെയ്തു. ഓക്കെ, സോ നമ്മളിനി പറയാൻ പോണേ ഐ ഹാവ് എ ടൂസുമി വാക്വം വിച്ച് ഹാസ് നമ്മൾ കയ്യിലുള്ള ബാറ്ററി. സോ നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത് CM ICR 18650. ഞാൻ എപ്പോഴും തിരിഞ്ഞാണ് പറയുന്നത്. 8M7. I am replacing one battery. No, sorry, one cell in it. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ തന്നെ പുള്ളി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. നമുക്ക് പുള്ളിയുടെ വേണ്ട കാര്യമില്ല. സോ നമ്മൾ പറയാൻ പോവാണ് ഐ ഹാവ്. ഓക്കെ, ഒന്ന് എൻ്റെ കയ്യിലുള്ള നമ്മളിപ്പോൾ ഓൾറെഡി വെച്ചേക്കുന്ന ബാറ്ററി, അതായത് CGR 18650 CG ഉണ്ട്. രണ്ട് നമ്മുടെ കയ്യിൽ ഞാനതൊരു ചുമന്ന ബാറ്ററി കാണിച്ചില്ലായിരുന്നു, CM ICR 18650. ഇത് ഫുൾ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കെമിസ്ട്രി ചിലപ്പോൾ ഈ അവസാനം കാണുന്ന 8M6 എന്ന് പറയുന്ന നമ്പറിലേക്കായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, തേർഡ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സാംസങ്ങിൻ്റെ ഞാൻ മിൽവാക്കി എന്ന് എടുത്താന്ന് പറഞ്ഞ് INR 18650 15M. ഇനി എൻ്റെ കയ്യിലുള്ളത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കൂടി എടുത്തെന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറയണത് ICR1 ഫോർത്ത് IC. ഞാൻ വേറെ കാര്യം മനസ്സിലായി, രണ്ടും സാംസങ് ആണ്, പക്ഷേ അതിൻ്റെ ആ ഒരു കോഡുകൾ തമ്മിലുള്ള മാറ്റം കണ്ടു. ICR1 18650 ഇതിൻ്റെ അവസാനം വല്ല ഉണ്ടാകുന്ന നോക്കാനാണ്. ചിലപ്പോൾ 2800 milliamps എന്തൊരു ഷോർട്ട് ഫോം ആവാം. വിച്ച് വൺ ഐ ക്യാൻ യൂസ് നോക്കാം. ChatGPT എല്ലാം പറയാനുണ്ടെന്ന്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച പ്രോംപ്റ്റുകൾ ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പുള്ളി പറയുന്നുണ്ട് റീപ്ലേസിങ് എ സെല്ല് തമ്പു വാക്കും. ഞാൻ പറയാൻ വന്ന വാക്ക് മാറിപ്പോയതാണ്, സോറി. ഇറ്റ്സ് എ TSUMI വാക്വം. ഓക്കെ, റീജനറേറ്റീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് കാണാത്തതുകൊണ്ട് ഞാൻ അടിക്കുക റീജൻ. നോ യു റെഫറിങ് ടു. ഓക്കെ, വാക്ക് അതാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ബാറ്ററീസ് നമ്മളിപ്പോൾ ഓൾറെഡി ഇട്ടാർന്ന പച്ച ബാറ്ററി എന്ന് പറഞ്ഞാൽ CGR 1850 ആണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വായിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്യാൻ യു മേക്ക് എ ടേബിൾ ഫോർ ഓൾ 5 റെക്കമെൻഡ്. നമുക്ക് ആ ടേബിൾ ഒന്ന് വായിക്കാം, അതായത് തീരുമാനിക്കാം. ഓക്കെ, അതായത് ഒറിജിനൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ 3.7 volt ആണ്, 2500 mAh, 6 amps ആണ് അതിൻ്റെ. ഓക്കെ, ഡീറ്റെയിൽസ് നമ്മൾ കയ്യിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് മാച്ച് അതാണ്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം ആ ബാറ്ററി നമുക്ക് മേടിക്കാൻ അതിന് പകരമാണല്ലോ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ലേണിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പോൾ CGR ആണ് നമ്മൾ ഉപയോഗിച്ചത്, 3.6 volt ആയിരുന്നു. അതിനർത്ഥം 0.1 volt കുറവാണ്. അതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ ചെറിയ കുറവ് വരുന്നുണ്ട്. കാരണം ടോട്ടൽ പാക്കിൻ്റെ കപ്പാസിറ്റി 400 mAh കുറയുന്നുള്ളൂ എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇൻട്രപ്ഷൻ പോയത്. ഓക്കെ, സോ കുറച്ച് മാറ്റമുണ്ട്, പക്ഷേ അത് ഓക്കെയാണ്. കാരണം ഡിസ്ചാർജ് കറണ്ട് മാക്സിമം ഡിസ്ചാർജ് 6 amps ആണ്. ഡിസ്ചാർജ് കട്ട് ഓഫ് വോൾട്ടേജ് 3 volt ആണ്. പക്ഷേ ബാറ്ററി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2.7 വരെ പോയി, നമ്മൾ മീറ്ററിൽ കണ്ടതാണ്. ഇത് പറയുന്നത് വർക്ക്സ് വെൽ ബട്ട് സ്ലൈറ്റ്ലി ലോവർ ഇൻ കപ്പാസിറ്റി, ഷോർട്ടർ റൺ ടൈം. പക്ഷേ റൺ ടൈം ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 90 minutes ആണ് കമ്പനി പറയുന്നത്. ഒരു 90 minutes എന്ന് പറഞ്ഞാൽ 1.5 hour ഉണ്ട്. 1 hour എങ്കിലും കിട്ടണമായിരുന്നു. നമുക്ക് ഹാർഡ്ലി 10 minute അപ്പോൾ കിട്ടുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ വെക്കുന്ന നീല ബാറ്ററി പോയതാവാം, കാരണം അതും ഒരു പഴയ ലാപ്പിൻ്റെ ബാറ്ററി എൻ്റെ കയ്യിൽ കിട്ടിയതാണ്.
ഓക്കെ, അടുത്ത ബാറ്ററി എന്ന് പറയുന്നത് അത് ചുവന്ന ബാറ്ററി കാണിച്ചില്ലേ, CMICR, ഞാൻ ഫോട്ടോ കാണിക്കാം കേട്ടോ, CMICR 18650. ഓക്കെ, ആ ബാറ്ററി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സ്ക്രീൻ കാണിച്ചങ്ങ് പോകണതാണ്. അതെ, ഈ ബാറ്ററിയാണ് കുറച്ച് ഇതാണ് ഒറിജിനൽ ബാറ്ററി, ഇതാണ് നമ്മുടെ CGR പാനാസോണിക്കിൻ്റെ ബാറ്ററി, ഇതാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ബാറ്ററി. ഓക്കെ, അപ്പോൾ ആ ബാറ്ററി CMICR 3 അതിന് പ്രശ്നമൊന്നുമില്ല. 3.6 വോൾട്ടാണ്, 2600 mAh ആണ്. മാക്സിമം ഡിസ്ചാർജ് കറണ്ട് കൂടുതലുണ്ട്, ഓഫ് കോഴ്സ് അത് നല്ലതാണ്. 3 വോൾട്ട് ഉണ്ട്, കട്ട് ഓഫ് അത് ഓക്കെയാണ്. ബെസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് വോൾട്ടേജ് കപ്പാസിറ്റി, ഡിസ്ചാർജ് കറണ്ട് മാച്ച്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണെന്നാണ് പറയുന്നത്. ഈ സെല്ല് എവിടെ നിന്നാണ് കിട്ടിയേ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഇതെനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്കൊരു 4 സെല്ല് ബാറ്ററി തന്നായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്താണ് ഒരു ഡ്രില്ലിന് വെച്ചത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, കാരണം ഈ സെല്ല് ടൈപ്പിനെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു ഈ നീല ബാറ്ററി ഇല്ലേ നമ്മുടെ, ഈ നീല ബാറ്ററി, പച്ച ബാറ്ററി, ഈ പച്ച ബാറ്ററി 3 എണ്ണം ആണ് 12 വോൾട്ടിൻ്റെ ഡ്രില്ല് വെച്ചായിരുന്നത്. അപ്പോൾ അതിന് പവർ കുറഞ്ഞപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വന്ന 2000 mAh ബാറ്ററി 6 എണ്ണം പാരലൽ ചെയ്തു. അപ്പോൾ 3 എണ്ണം 6 എണ്ണമായി. അപ്പോൾ 2 ആമ്പിയറിൻ്റെ ബാറ്ററി പാക്ക് 4 ആമ്പിയറായി. അപ്പോൾ അതിന് നല്ല ടോർക്കും നമുക്ക് സ്ക്രൂ അഴിക്കാനൊക്കെ പറ്റുമായിരുന്നു, ഇമ്പാക്ട് ഡ്രില്ല് പോലെ. അപ്പോൾ ആ ഒരു സെല്ല് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവൻ തന്നാണ് ഇങ്ങനത്തെ ഫുൾ സെറ്റ് പുള്ളി തന്നു. അതിൽ നിന്ന് 3 എണ്ണം എടുത്ത് ഞാൻ ആ ഡ്രില്ലിന് വെച്ചു. ഞാൻ എപ്പോഴുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഡ്രില്ല് കാണിച്ചു തരാം. അങ്ങനെയാണ് ഈ ബാറ്ററി ബാക്കി വന്നത്. ഇത് അവൻ്റെ ഒരു ടൂളിൻ്റെ അവൻ ഉപയോഗിച്ച് അവൻ്റെ ടൂള് പോയപ്പോൾ അവൻ തന്നതാണ്. ഞാനോട് പറയുകയും ചെയ്തു, കാരണം ഇതാണ് ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി. കാരണം ഈ 3 ബാറ്ററി, ഇപ്പോൾ എൻ്റെ ഒരു ഡ്രില്ലിൽ 2 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഈ ടൈപ്പ് 6 സെല്ലുള്ള ബാറ്ററി പാക്ക് 4 ആംസ് അല്ലെങ്കിൽ 5 ആംസ് ടെക്നിക്കലി ഉണ്ടാവും. അടുത്ത ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ആകെ 3 സെല്ലുള്ള ബാറ്ററി പാക്ക്. ആ 3 സെല്ലുള്ള ബാറ്ററി പാക്ക് ഈ 6 സെല്ലുള്ള ബാറ്ററി പാക്കിനേക്കാൾ കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. 3 സെല്ലാണ്ട് വെയിറ്റും കുറവാണ്. സോ ഇതൊരു നല്ല ബാറ്ററിയാണ്. അതിനാണ് ChatGPT നമ്മുടെ അടുത്ത് പറയുന്നത്. അയ്യോ സോറി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ CMICR ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ പുള്ളി പറയുന്നത് ഈ INR 18650 15M, അത് 1650 15M എന്ന് പറയുന്നത് ഈ ബാറ്ററിയാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു, കാരണം ആ മിൽവാക്കിയുടെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ ആമ്പിയർ ബാറ്ററി പാക്കായിരുന്നു. അത് 2500 mAh ഉണ്ടോ, ഞാനത് 1800 mAh ഉള്ളൂ എന്ന് ഓർത്ത് തരുന്നത്. കാരണം ഇതേ മണ്ടൻ ChatGPT കുറച്ചും നമ്മുടെ അടുത്ത് പറഞ്ഞാണ് അത് 1800 ഞാൻ അത് ക്ലോസ് ചെയ്തു, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഇത് പുള്ളി പറയുന്നത്, ഞാൻ അടിച്ച നമ്പർ വല്ലതും തെറ്റിപ്പോയോ, INR, ഓക്കെ, അത് പുള്ളി വേറെ എന്താ കേട്ടോ പറയുന്നത്, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ലാസ്റ്റ് ബാറ്ററി എന്ന് പറയുന്നത് ICR1, ഞാൻ ആ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി 6 എണ്ണം കാണിച്ചത്. അത് 3.75 വോൾട്ട് ഉണ്ട്, 2500 mAh ഉണ്ട്. ഡ്രെയിൻ കറണ്ട് അതായത് മാക്സിമം കറണ്ട് ഡ്രെയിൻ 5.6 ആണ്, 6 ഉള്ളിടത്ത്. ലോ വോൾട്ടേജ് കൂടുതലുണ്ട്, പക്ഷേ പുള്ളി പറയുന്നുണ്ട് നോട്ട് ഐഡിയൽ, സിഗ്നിഫിക്കൻ്റ്ലി ഹയർ വോൾട്ടേജ്. 3.6 നിന്ന് 3.75 ആയി. ഓക്കെ, വിച്ച് കുഡ് കോസ് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വിത്ത് ചാർജിങ് സർക്യൂട്ട്, BMS ഉണ്ട്, അതിന് കുഴപ്പമുണ്ടോയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ലാസ്റ്റ് സെല്ല് നമുക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് 4th സെൽ ഈസ് ഡിഫറെൻറ്റ്. കാരണം ആ സെല്ല് എനിക്ക് ഒരു ഉപയോഗമില്ലാണ്ട് ഇരിക്കുക കുറേ നാളായിട്ട്. തന്നെയല്ല, ഇതും എൻ്റെ മറ്റേ കൂട്ടുകാരൻ തന്നാണ്. അവനെനിക്ക് ഒരു 3 സെറ്റ് പാക്ക് തന്നു, 3 ബാറ്ററി പാക്ക് ഈ മിൽവാക്കിയുടെ. പയ്യൻ ഭയങ്കര പൊളിയാണ് കേട്ടോ. പയ്യൻ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കേടാകുമ്പോൾ അവനിങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് തരും. കാരണം അവനറിയാം നമ്മളിതും കൊണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ. ഈ പ്രാവശ്യം ഞാൻ തട്ടി അടിച്ച്, പക്ഷേ സോറി അഗെയിൻ, ഇതിന് ആവശ്യമില്ല. പിന്നെ ഞാൻ സാധാരണ സോറി അഗെയിൻ നിങ്ങളോട് പറയാറില്ല. നിങ്ങൾ ഇത് കാണുന്നതുകൊണ്ട് ഒന്ന് ബട്ടർ ചെയ്യുന്നതാണ്. INR 18650 ഹൈഫൺ ഇട്ടേക്കാം. ഇനി അത് ഇടാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാവണ്ട. എവിടെയാണ് ഹൈഫൺ? അതെ, ഇവിടെ 15M, അതാണ് ബാറ്ററി. ഓക്കെ,
നോ പ്രോബ്ലം, താങ്ക്സ് ഫോർ ക്ലാരിഫൈങ്. പുള്ളി പറഞ്ഞു ഒറിജിനൽ ബാറ്ററി അതാണെന്ന് നമുക്കറിയാം. ഇത് അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി എഴുതി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് സെല്ല്. ഓക്കെ, ഇത് സ്റ്റിൽ 3.6 വോൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 3.6 വോൾട്ട് 2500 mAh. നമ്മുടെ ഒറിജിനൽ 2600 ഡ്രെയിൻ കറണ്ട് 15 ആംസ് ഉണ്ട്. ഓക്കെ, മേക്ക് സെൻസ്, കാരണം ഇത് മിൽവാക്കി ഡ്രില്ലിൽ വരെ. ഞാനത് പൊട്ട ബാറ്ററിയാന്ന് ഓർത്താണ്. പൊട്ട ഇൻ ദ സെൻസ് കമ്പാരിറ്റീവ്ലി അവർ കുറഞ്ഞ ബാറ്ററിയാന്ന് ഓർത്തായിരുന്നത്. കോമ്പാറ്റബിൾ ബട്ട് ഹൈ ഡിസ്ചാർജ് കറണ്ട്, സിഗ്നിഫിക്കൻ്റ്ലി ലോവർ കപ്പാസിറ്റി. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 2500 2600 500 തമ്മിൽ 100 mAh കുറവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി പുള്ളി ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോവാണ് സോർട്ട് ഇറ്റ് ബേസ്ഡ് ഓൺ ബെസ്റ്റ് ടു വേസ്റ്റ്. ഇതിനകത്ത് വേറെ കേസുണ്ട് കേട്ടോ. നമ്മുടെ ഈ സെല്ല് പോയതിന് ചിലപ്പോൾ കാരണം ഇത് ചാർജിങ് ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റമുണ്ട്. ഓക്കെ, ബെസ്റ്റ് പുള്ളി പറയുന്നത് ആ ചുമന്ന ബാറ്ററിയാണ് കേട്ടോ, CMICR FM86. ഈ ബാറ്ററിയാണ് പുള്ളി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പുള്ളി പറയുന്നത് ഒറിജിനൽ, ഓഫ് കോഴ്സ് ഒറിജിനൽ നമുക്കറിയാം. തേർഡ് പുള്ളി പറയുന്നത് ഈ ബാറ്ററി ഓക്കെ എന്ന് പുള്ളി പറയുന്നത്. നമ്മൾ വെച്ച പാനാസോണിക്കിൻ്റെ ബാറ്ററി പുള്ളി സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, വേസ്റ്റ് ഓപ്ഷൻ ആവാൻ കാരണം ലാപ്ടോപ്പിൻ്റെ 6 ബാറ്ററി കാണിച്ചു തരാം. ലാപ്ടോപ്പിൻ്റെ 6 ബാറ്ററി ഇത് 3.75 വോൾട്ട് ആയതാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം. ഫോർത്ത് ആവാൻ കാരണം സ്ലൈറ്റ്ലി ലോവർ കപ്പാസിറ്റി, വർക്ക് വിത്ത് സിമിലർ വോൾട്ടേജ്. ഓക്കെ, ഇത് തേർഡെന്ന് പറയണത് നമ്മളീ പറഞ്ഞ മിൽവാക്കിയുടെ ബാറ്ററി. അത് ദ തേർഡ് ബെസ്റ്റ്, ഹയർ ഡിസ്ചാർജ് കറണ്ട് ബട്ട് സ്ലൈറ്റ്ലി ലോവർ കപ്പാസിറ്റി. ഒറിജിനൽ ബാറ്ററി ഓഫ് കോഴ്സ് നമുക്കറിയാം. ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആവാൻ കാരണം. ഓക്കെ, ഇനിയുള്ളത് ബാറ്ററി കെമിസ്ട്രി, എനി റിസ്ക് ഫോർ ചാർജിങ്, ഡിസ്ചാർജിങ്, ലോങ് ടൈം സ്റ്റോറേജ്. നമുക്ക് മേക്ക് എ ടേബിൾ പ്ലേസ് എന്ന് പറയാം. കാരണം ഇത് ഫുൾ ഇങ്ങനെ വായിച്ച് ചെയ്യാന്ന് പറയുന്നതേ ഐ മീൻ കുറ്റം പറയരുത്. നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ബാറ്ററി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി ഓരോന്നിനും ഡാറ്റാ ഷീറ്റ് നോക്കി നമ്മൾ കഷ്ടപ്പെടുന്നിടത്താണ് നമുക്ക് വേണ്ടി പുള്ളി ഇത് ഫുള്ള് ചെയ്തു തരുന്നത്. ബട്ട് ലെറ്റ് സി. ഓക്കെ, ഒറിജിനൽ ബാറ്ററി ലിഥിയം കൊബാൾട്ട് മാഗ്നീസ് ആണ്. നമ്മളോട് പുള്ളി സജസ്റ്റ് ചെയ്ത ബാറ്ററിയും ലിഥിയം കൊബാൾട്ട് മാഗ്നീസ് ആണ്. സോ ദാറ്റ്സ് എ ഗുഡ് പോയിൻറ്റ്. മേ ബി അതുകൊണ്ടായിരിക്കും പുള്ളി സജസ്റ്റ് ചെയ്തതിനൊരു കാരണം. റിസ്ക് ഓഫ് ചാർജിങ്. ഓക്കെ, പുള്ളിക്ക് നമ്മുടെ ചോദ്യം അത്രയങ്ങ് മനസ്സിലായില്ല. പുള്ളി സജസ്റ്റ് ചെയ്ത മറ്റേ ബാറ്ററി, അതായത് നമ്മുടെ മിൽവാക്കിയുടെ ബാറ്ററി നിക്കൽ കൊബാൾട്ട് അലൂമിനിയം ലിഥിയം, ഇത് വേറെ കെമിസ്ട്രിയാണ്. ഇത് വേറെ പാനാസോണിക്ക് വേറെ കെമിസ്ട്രിയാണ് ഓഫ് കോഴ്സ്. ലിഥിയം കൊബാൾട്ട്, ആദ്യത്തെ ലിഥിയം കൊബാൾട്ട് പറഞ്ഞില്ലേ, അത് ലിഥിയം കൊബാൾട്ട് മാഗ്നീസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, ഐ മീൻ replacing one of the 4 cell on the battery with any of the 4 different cells I have. Do you see any safety? ഇത് വേറെ കുഴപ്പമില്ല. ഡ്രിൽ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്നത് എപ്പോഴും ഓവർനൈറ്റ് കുത്തിയിടാറില്ല, ഉണ്ടെങ്കിൽ തന്നെ ഗ്യാരേജിലേക്ക് കുത്തിയിടാറ്. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, വാക്കും അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഓവർനൈറ്റ് കുത്തിയിടുന്ന സാധനമാണ്. നമ്മളത് ഓണാക്കിയിട്ട് ആ വഴിക്ക് വിടും. നമ്മൾ വല്ല കട്ടിലിൻ്റെ അടിയിലോ വല്ല തുണിയിട്ടേക്കുന്ന കബോർഡിൻ്റെ അടിയിലൊക്കെ ബോർഡിൽ തീ പിടിച്ചാലേ. ഓക്കെ, ഒറിജിനൽ ബാറ്ററി ഇതാണ്. അപ്പോൾ അത് പുള്ളി ഇത്രയും കഥ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ കപ്പാസിറ്റി ഡിഫറൻസ് എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ ബാറ്ററി CG, ഓക്കെ, മറ്റേ പാനാസോണിക്കായിട്ട് അതിന്
350 mAh മാറ്റം ഉണ്ടായിരുന്നു, വോൾട്ടേജ് മാറ്റം ഉണ്ടായിരുന്നു. സോ മൈനർ വോൾട്ടേജ് കപ്പാസിറ്റി ഡിഫറൻസ്, ലൈറ്റ് ഇംബാലൻസ് ബട്ട് ഷുഡ് നോട്ട് കോസ് മേജർ ഇഷ്യൂ ഇഫ് BMS പ്രോപ്പർലി ബാലൻസ് സെൽസ്. BMS ബാലൻസ് ചെയ്യായിരിക്കും. ഓക്കെ, ഈ FM8 എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ബാറ്ററി. അതെ, ഇപ്പോൾ ഇവിടെ ഫുൾ പ്രശ്നങ്ങൾ വന്നതുണ്ടോ. കുറച്ച് മുമ്പ് പുള്ളി ഇത് രണ്ടും ഒരേ വോൾട്ടേജാണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞാൽ 3.7 3.6 വന്നാൽ അങ്ങനെയല്ലേ പറഞ്ഞേ. ഒന്നായിക്കോട്ടെ, ഒന്നും പോയിട്ട് നമ്മൾ വെറുതെ ഒരാളെ അക്യൂസ് ചെയ്യരുതല്ലോ. അല്ല, പുള്ളി പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ. ChatGPT പണ്ടത്തെ കണക്കല്ല, പുള്ളി ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡായി, കാര്യങ്ങളൊക്കെ നോക്കിയേ ചെയ്യുള്ളൂ ഇപ്പോൾ. അതെ, അപ്പോൾ ഇതൊരു ലാപ്ടോപ്പ്. Can you regenerate last response? ഓക്കെ, ഞാനത് പോസ് ചെയ്തിട്ട് വീണ്ടും ഇൻഫർമേഷൻസ് കൊടുക്കാൻ പോകട്ടെ. കാരണം ആ ടേബിൾ മൊത്തം പോയി, ഇതെല്ലാം ഒന്നും കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് വെറുതെ 16 മിനിറ്റ് നിങ്ങളെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഡേറ്റ വീണ്ടും കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ. ഓക്കെ, ഞാൻ സമയം എടുത്തു. ഞാൻ എത്ര ഒരു 5 മിനിറ്റെങ്കിലും എടുത്തായിരിക്കും, കാരണം ഫുള്ളൊന്നും എൻ്റർ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇപ്പം തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ടേബിൾ ഇത്തിരി മാറ്റമുണ്ട് ഈ പ്രാവശ്യം പുള്ളി ജനറേറ്റ് ചെയ്ത് വന്നപ്പോൾ. ഒറിജിനൽ സെല്ല് കപ്പാസിറ്റിയൊക്കെ പറഞ്ഞു, ഡിസ്ചാർജ് റേറ്റ് നമുക്കറിയേണ്ട ആവശ്യമില്ല. പുള്ളി ഇത് ഓർഡർ നമ്മൾ അത് ചോദിച്ചപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ബാറ്ററി പനാസോണിക്കിൻ്റെ ബാറ്ററിയാണ്. CGI ആയിരുന്നു, CGR ആയിരുന്നല്ലോ. ഓക്കെ, സോ സെക്കൻഡ് ഈസ് CGR 18650 CG. ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു ടേബിളിൽ ചേഞ്ച് ചെയ്യാൻ. നമ്മളതൊരു ആടെ ഹെൽപ്പ് വയ്ക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, പുള്ളി പറഞ്ഞു ഒറിജിനൽ ബാറ്ററി ഇതാണെന്ന് പറഞ്ഞു. നമുക്കതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ബാറ്ററി ഈ പുള്ളി പിന്നെ CGI അടിക്കുകയാണല്ലോ. ദി സെക്കൻഡ് ബാറ്ററി ഈസ് നോട്ട് CGI, that is CGR. ഓക്കെ, ഇത് മൊത്തം കുളമായിട്ടോ. പുള്ളിക്ക് മാങ്ങിയാൽ മനസ്സിലാവുന്നില്ല. CGR പനാസോണിക്കാന്ന് കുറച്ചും പുള്ളി പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ പുള്ളി പറയുന്നത് അത് വേറെ ഉണ്ടാകുന്ന. ഓക്കെ, യു ആർ confusing me. Can you sort them for the best and worst to replace to the battery pack? അറിയാണ്ടൊന്നും ഇത് പോയതാ. അപ്പോളജി വേണ്ടേ, ചുമ്മാ തമാശ പറയുന്നത്. വേഗം സാധനം ഇടുക. ഓക്കെ, ഫസ്റ്റ് CMIR 8650 CMIR 18650 8M6. ഓഫ് കോഴ്സ് അത് പുള്ളി ആദ്യം പറഞ്ഞ തന്നെയാണ്. സെയിം കെമിസ്ട്രി ആണ്, സിമിലർ വോൾട്ടേജ് ആണ്, കപ്പാസിറ്റി സിമിലർ ആണ്, ബാലൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് പുള്ളി പറയുന്നത് CGR. നമ്മൾ ആദ്യം ഇട്ടായിരുന്ന കുറച്ച് മുമ്പത്തെ ടേബിൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. CGR പുള്ളി സെക്കൻഡ് വേഴ്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ തേർഡ് ബെസ്റ്റ് ആയിട്ടോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, CGR പുള്ളി പറയാൻ കാരണം സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ സെയിം വോൾട്ടേജ്, ഗുഡ് മോട്ടർ ഡിസ്ചാർജ്, സ്ലൈറ്റ്ലി ഹയർ കപ്പാസിറ്റി. അത് ശരിയല്ല, അതിൻ്റെ കപ്പാസിറ്റി കുറവാണ്. ഓക്കെ, തേർഡ് ICR അത് കറക്റ്റാണ്. തേർഡ് ICR എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി അത് ഉള്ളില്ലാന്നായിരുന്നു ആദ്യം പുള്ളി പറഞ്ഞ്.
കൊബാൾട്ട് കെമിസ്ട്രി ക്യാൻ ബി ലെസ് സ്റ്റേബിൾ ഇൻ ലോ പവർ ഡിവൈസസ്. ഓക്കെ, അത് വേണ്ട, കുഴപ്പമില്ല. INR 15M എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി നമ്മുടെ അത് അപ് ടു 20 amps ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. ലോ പവർ ആപ്ലിക്കേഷനിലേക്ക് വാക്വം മൈറ്റ് ഫീൽ ക്യാൻ ഓവർ ഹീറ്റ് ആൻഡ് ഡീഗ്രേഡ് ഫാസ്റ്റർ. വളരെ വിയേർഡായിട്ടുള്ള റെസ്പോൺസാണത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ചെറിയ കറണ്ട് എടുക്കുമ്പോൾ ഹീറ്റ് ആവാനുള്ള പ്രോബിലിറ്റി കുറവായിരിക്കും, പുള്ളി പറയുന്നത് ഓവർ ഹീറ്റ് ആകുന്ന. ഓക്കെ, കുഴപ്പമില്ല. CGI അങ്ങനെ ഒരു സാധനം ഉണ്ടോ? CGI 16A50CG. ഇത് ഏത് സെല്ലിൻ്റെ കാര്യം പറയുന്നത്? ലാപ്ടോപ്പിൻ്റെ സെല്ല്. ഓക്കെ, 5th സെല്ല് പുള്ളിയായിട്ട് അങ്ങ് ഉണ്ടാക്കിയതാട്ടോ. ഓക്കെ, അത് 30 amps ഉള്ള ഏതോ സെല്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, ക്യാൻ യു ക്രോസ് ചെക്ക് CGR 18650 CG. അതെ, ഈ ബാറ്ററിയാണ് 1850 CG. അത് 3.7 വോൾട്ട്. ഇതിന് മുമ്പ് പുള്ളി 3.6 വോൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ടിപ്പിക്കൽ. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇത് ഒരുമാതിരി അത് കുഴപ്പമുണ്ട്, നമ്മൾ ഈ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ആവാട്ടോ. ഓക്കെ, ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. എന്നാൽ